ഇത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ് ഗൈസ്. ഞാനൊരു പക്ഷേ ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്യുന്നു. ആ വീഡിയോ എന്തോ ആയിപ്പോയി ഗൈസ്. ആ വീഡിയോ പോയി എൻ്റെ കയ്യിൽ. ഞാനൊരു പാലൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഇത് പോയി. അറിയില്ല, എൻ്റെ ചാർജ് ഉണ്ട് കഴിഞ്ഞിട്ട് ഗൈസ്. ആ വീഡിയോ പോയി. പിന്നെ നോക്കിയപ്പോൾ ആ വീഡിയോ കാണാനില്ല. ഞാൻ പാലൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ പാലം. കാണിച്ചു തരുന്നത് സെറ്റപ്പ് പാലാണ്. നമ്മൾ നേരത്തെ ഞങ്ങൾ കണ്ടോ ശ്രദ്ധിച്ചില്ല. ഞാൻ എൻജാൻമെൻറ്റ് ബുക്ക് അല്ല എൻജാൻമെൻറ്റ് ടേബിളില്ലേ, അത് ഞാൻ കുറേ പശുവിൻ്റെ കൂടെ പിന്നെ ഒരു ഷുഗർക്കീനെ അവിടെ ഫാം പോലാക്കി. ഫാമല്ല, ചെറിയ തട്ടി കൂട്ടി അത് തൈങ്ങനെ കിട്ടി നമ്മൾ ഇവരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ വേറെ സംഭവം ഡയമണ്ട് ആർമർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിന് നമുക്ക് കുട്ടികളും ഇതും കിട്ടി, ഒന്നും പറയണ്ട, സെറ്റ് സാധനം. ഇതിമ ചെയ്തപ്പോൾ ഗൈസ് സെറ്റ് ഒന്നും പറയണ്ട, അങ്ങനെ കിട്ടി. പിന്നെ ഇതാ ഇത് ഫോർച്യൂണ്, ഇത് സ്ലെട്ടച്ച്, അങ്ങനെയും കിട്ടി ഗൈസ്. എന്തോ ലക്കില്ലേ കിട്ടി. പിന്നെ കുറച്ച് ബുക്ക് ഞാൻ ബുക്കാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ ബുക്ക് ഉണ്ടാകാൻ ഇത്ര ബുക്കുകൾ എനിക്ക് കിട്ടി. കിട്ടിയതൊക്കെ എടുത്ത് വെച്ച് നല്ലതൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കളഞ്ഞു. എന്നിട്ട് നമ്മൾ എൻജോയ്മെൻറ്റ് ചെയ്യാൻ ഡ്രസ്സിന്. പക്ഷേ എൻ്റെ ആകെ ഇത്തിരി കുറച്ചുണ്ട്. നമ്മൾ ഡയമണ്ട് ആർമറൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇന്നാണ് ആ ദിവസം. ഇതെത്തി എടുത്ത് രണ്ട് നമുക്ക് കിമ്മൽ ചെയ്തോട്ടെ. റേറ്റിങ് ഇത് അത് വേണ്ട. റേറ്റിങ് 3 നമ്മൾ പുതിയ സോഡ ചാനൽ കണ്ടോക്കണ്ട എല്ലാത്തിനും അടുത്ത് ഇതൊന്നും തയ്യൂല. നമ്മൾ വെറുതെ ഞാൻ കൊന്നിട്ട് റെസിപ്പിയാക്കി കാണിക്കാം. നമുക്ക് ഇത്രയായി. ഇതിനോട് ഇതൊന്നും ഇവിടെ കിടക്കണം. ആടാ ഒന്നിൻ്റെ ഉറവില്ല. കുറേ കൊണ്ടിട്ട് എക്സ്പി ഉണ്ടാക്കുകയുണ്ട്. നമ്മൾ പുറത്ത് പൈസ നമ്മളിവിടെ എത്തിയാൽ രീതിയിൽ ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് എടുക്കാം. ഒരു സ്റ്റെപ്പ് കാര്യമുണ്ട് ഗൈസ്.
ഇവിടെ നിന്ന് സ്ഥലത്തുണ്ടായിരുന്നു എവിടെ ഇരുന്നത് ഞാനിവിടെ കുഴിച്ച് വെച്ച് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മളിവിടെ സെറ്റാക്കിയിട്ട് കുറച്ചാക്കാണ്ടപ്പോൾ നമ്മളിതാ ഇപ്പം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കട്ടക്ക് പോലെ ഇങ്ങനെ വെച്ച് ഒരു വഴി പോലെ പിന്നെ അവിടെയാണ് കോണിയുള്ളത്. ഈ കോണി കയറി കഴിഞ്ഞാൽ നമ്മളൊരു സ്പോണർ കണ്ടുപിടിച്ചിരിക്കണേ. ആ സ്പോണർ സ്കെൽറ്റൻ സ്പോണറാണ്. അവിടെ നമ്മൾ എത്തും ഗൈസ്. പോവുക. അപ്പോൾ ഡയമണ്ട് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഡയമണ്ടിൻ്റെ ലെവലല്ലേ, അപ്പോൾ ഇങ്ങനെ മൈനിങ് ചെയ്ത് പോയാൽ ഡയമണ്ട് കുറേ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ കിട്ടിയപ്പോൾ ഒരു 12 ഡയമണ്ട് കിട്ടിക്കോണം. അപ്പോഴാണ് പിന്നെ ഈ സ്പോണറും കൂടി കണ്ടുപിടിച്ചത്. ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ വെച്ച് ലൈറ്റൊക്കെ വെച്ച് പ്രേതം വരാതിരിക്കാൻ വേണ്ടി ഗൈസ്. പിന്നെ നമുക്ക് ഇത് സ്പോണറൊക്കെ വീഡിയോയിൽ കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് അതിന് വേണ്ടി നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 4x4 കട്ടർ ഗൈസ്. നമുക്ക് അവിടുന്ന് 2 ലെയറായിട്ട് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് 4x4 ലെയറായിട്ടാണ് നമ്മൾ അട്ട പൊട്ടിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഫാർമേൽ അതായത് യൂട്യൂബിലൊക്കെ കണ്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ സ്പീഡിൽ ഇത് വർക്കൗട്ടായിരിക്കും. നമ്മൾ ഏതാ അവിടെ ഡെക്കറേഷൻ ചെയ്തേക്കും. നമ്മൾ കയറാൻ വേണ്ടി ഈ വഴി ഉണ്ടാക്കി നമ്മുടെ കോണിയൊക്കെ കൊടുക്കണം. ഇനി നമ്മുടെ അപ്പോൾ അടുത്ത സെറ്റാക്കി അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഡിസൈനും കണ്ടുപിടിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ തൻവീർ സൈനിങ് ഓഫ്.